ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ടോപ്പിക്ക് മോഡിഫൈയിങ് സ്ട്രക്ചർ ഓഫ് ദ ടേബിൾ ആണ്. അതായത് നമ്മുടെ ഡേറ്റാബേസിനകത്തെ ടേബിളിന്റെ സ്ട്രക്ചറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ടേബിളിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ടേബിളിനകത്തോട്ട് പുതിയ ആട്രിബ്യൂട്ടുകൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉള്ള ആട്രിബ്യൂട്ടുകൾ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ കോളംസ് ഡിലീറ്റ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകൾ ഡിലീറ്റ് ആക്കുക, കോളംസ് ഡിലീറ്റ് ആക്കുക, ടപ്പിൾസ് ഡിലീറ്റ് ആക്കുക, ടേബിളിന്റെ നെയിം മാറ്റുക, ആട്രിബ്യൂട്ടുകളുടെ നെയിം മാറ്റുക, ടൈപ്പ് മാറ്റുക, പുതിയ കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യുക, കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ടേബിളിന്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ടേബിളിന്റെ സ്ട്രക്ചറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ്സ് 3 എണ്ണമാണ്: ഓൾട്ടറും, ഡ്രോപ്പും, റീനെയിമും. അപ്പം നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓൾട്ടർ ടേബിൾ കമാൻഡ് ആണ്. ഓൾട്ടർ ടേബിൾ കമാൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ടേബിളിനകത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോളംസിനെ ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ആണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോളംസിനെ ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ. കോളം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ടേബിളിനകത്തെ ആട്രിബ്യൂട്ടുകളുടെ ഡെഫിനിഷൻ. അവയെ പുതിയതായിട്ട് ആഡ് ചെയ്യാനോ ഉള്ളവയെ ഡിലീറ്റ് ചെയ്യാനോ ഉള്ളവയുടെ വാല്യൂസോ അല്ലെങ്കിൽ ടൈപ്പുകളോ ഒക്കെ ചേഞ്ച് ചെയ്യാനോ വേണ്ടിയാണ് നമ്മൾ ഓൾട്ടർ ടേബിൾ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമാൻഡിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഓരോ പർപ്പസിനനുസരിച്ച് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ വേരിയേഷനും എന്താണെന്നുള്ള കാര്യം പഠിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിളിലോട്ട് പുതിയൊരു കോളം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നാണ്. പുതിയ കോളം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്, നെയിം, ഏജ്, മാർക്ക് അങ്ങനെ പറയുന്ന ആട്രിബ്യൂട്ട്, അവയാണ് കോളം എന്നുള്ളത്. അപ്പോൾ അവയെ പുതിയതായിട്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സിൻടാക്സ് നോക്കുക: ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ആഡ്, കോളം നെയിം, ഡേറ്റ ടൈപ്പ്. ഇതാണ് സിൻടാക്സ്. ഓൾട്ടർ ടേബിൾ കമാൻഡ് ഏത് ടേബിളിനകത്താണോ പുതിയ കോളം ആഡ് ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം, ആഡ് എന്ന് പറയുന്ന കമാൻഡ് അല്ലെങ്കിൽ ക്ലോസ്. ഇനി നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന കോളത്തിന്റെ പേര്, നെയിം ആകാം, ഏജ് ആകാം, മാർക്ക് ആകാം, അങ്ങനെയുള്ള കോളത്തിന്റെ പേര്, അതിന്റെ ഡേറ്റ ടൈപ്പും, ഇൻഡോ, വാർക്യാറോ, ഡേറ്റോ, ടൈമോ അങ്ങനെയുള്ള ഡേറ്റ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ അതും. അപ്പം അതാണ് പുതിയതായിട്ടൊരു കോളത്തിനെ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള സിൻടാക്സ്. ഇനി രണ്ടാമത്തെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർ ടേബിൾ കമാൻഡ് ടു ഡ്രോപ്പ് കോളം ഇൻ ആൻ എക്സിസ്റ്റിംഗ് ടേബിൾ. അതായത് ഓൾറെഡി ഉള്ള ഒരു കോളത്തിനെ എങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതെന്ന്. നമ്മൾ ടപ്പിൾസിനെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചായിരുന്നു. എങ്ങനെയായിരുന്നു? ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടായിരുന്നു ടപ്പിൾ അല്ലെങ്കിൽ റോയിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. നമുക്കിപ്പം ചെയ്യേണ്ടത് എന്താണ്? കോളം അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിനെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പം എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ഡ്രോപ്പ് കോളം, കോളം നെയിം. അപ്പം നോക്കുക, ഓൾട്ടർ ടേബിൾ തന്നിരിക്കുന്ന കമാൻഡ്. ഇനി ഏത് ടേബിളിൽ നിന്നാണോ കോളത്തിനെ കളയേണ്ടത് ആ ടേബിളിന്റെ നെയിം. ഇനി ഡ്രോപ്പ് കോളം കമാൻഡ്. കോളം കളയേണ്ടത് കൊണ്ട് ഡ്രോപ്പിന്റെ കൂടെ നമ്മൾ കോളം എന്ന് പറയുന്ന കീവേഡും കൂടെ യൂസ് ചെയ്തു. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? കോളം നെയിം. ഏത് ആട്രിബ്യൂട്ടിനെയാണ് കളയേണ്ടത് അല്ലെങ്കിൽ ഏത് കോളത്തിനെയാണ് കളയേണ്ടത് ആ കോളത്തിന്റെ പേര്. അപ്പം അങ്ങനെയാണ് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിളിൽ നിന്നും കോളത്തിനെ റിമൂവ് ചെയ്ത് കളയുന്നത്. ഇനി അടുത്തതാണ് ഒരു കോളത്തിന്റെ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇന്റിജറിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് വാർക്യാർ ആക്കണം, അല്ലെങ്കിൽ വാർക്യാറിലുള്ളതിനെ ഡേറ്റ് ആക്കണം, ഡേറ്റിലുള്ളതിനെ ടൈം ആക്കണം, അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് ഇരിക്കട്ടെ ഡേറ്റ ടൈപ്പുകൾ. അപ്പം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ഇനി താഴെ പറയുന്ന കമാൻഡിൽ കൂടെ നമ്മൾ നോക്കുന്നത്. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, മോഡിഫൈ കോളം, കോളം നെയിം, ഡേറ്റ ടൈപ്പ്. ഓൾട്ടർ ടേബിൾ കമാൻഡ് ഏത് ടേബിളിൽ നിന്നാണോ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യേണ്ടത് ആ ടേബിളിന്റെ നെയിം. മോഡിഫൈ കോളം, നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു കീവേഡ് ആണ് മോഡിഫൈ. അതായത് ഉള്ള ഡേറ്റ ടൈപ്പിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഓൾട്ടറിന്റെ കൂടെ മോഡിഫൈ കൂടെ യൂസ് ചെയ്തു. ഇനി കോളത്തിന്റെ ഡേറ്റ ടൈപ്പ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്, അതുകൊണ്ട് മോഡിഫൈ കോളം എന്നുള്ളതാണ് നമ്മുടെ കീവേഡ്. ഇനി ഏത് കോളത്തിന്റെ ആണോ അല്ലെങ്കിൽ ഏത് ആട്രിബ്യൂട്ടിന്റെ ആണോ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഡേറ്റ ടൈപ്പിന്റെ പേര്, അതുപോലെ തന്നെ അടുത്തത് കൊടുത്തിരിക്കുന്ന ഡേറ്റ ടൈപ്പ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതാണ് എന്ത്? പുതിയതായിട്ട് മാറേണ്ട ഡേറ്റ ടൈപ്പ് ഏതാണോ ആ ഡേറ്റ ടൈപ്പ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇന്റിജറിൽ നിന്നും വാർക്യാറിലോട്ടാണ് മാറേണ്ടതെങ്കിൽ ഇവിടെ വാർക്യാർ എന്ന് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ പുതിയതായിട്ടുള്ള ഡേറ്റ ടൈപ്പ് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. ആ കാര്യം ഓർക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ഒരു കോളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. പുതിയ കോളം എങ്ങനെ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, ടൈപ്പ് എങ്ങനെ മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഒരു ടേബിളുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ഒരു കാര്യമാണ് കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ റൂൾസ് എന്ന് പറയുന്നത്.
അപ്പൊ ആ റൂൾസിന് നമ്മൾ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്താലും ടേബിളിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാം. പിന്നെ പറയാൻ വേണ്ടി പോകുന്നത് ഓൾട്ടർ ടേബിൾ കമാൻഡ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രെയിൻസിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പൊ നോക്കുക, ആദ്യമായിട്ട് തന്നിരിക്കുന്നത് നോട്ട് നൾ കൺസ്ട്രെയിന്റിനെ എങ്ങനെയാണ് ഓൾട്ടർ ടേബിൾ കമാൻഡ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതെന്നാണ്. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, മോഡിഫൈ, കോളം നെയിം, ഡാറ്റ ടൈപ്പ്, നോട്ട് നൾ. ഓൾട്ടർ ടേബിൾ കമാൻഡ് ഏത് ടേബിളിനാണോ നമുക്ക് കൺസ്ട്രെയിന്റ് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടത് ആ ടേബിളിന്റെ പേര്. ഇനി മോഡിഫൈ കോളം നെയിം. മോഡിഫൈ എന്ന് പറയുന്ന കീവേഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കൺസ്ട്രെയിന്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് കോളം നെയിം. ഏത് ആട്രിബ്യൂട്ടിന്റെ കൂടെയാണോ നമുക്ക് കൺസ്ട്രെയിന്റ് ആഡ് ചെയ്യേണ്ടത് ആ ആട്രിബ്യൂട്ടിന്റെ നെയിം, അതിന്റെ ടൈപ്പ്, ഇനി അതിന് കൂടെ നമ്മൾ നമ്മുടെ കൺസ്ട്രെയിന്റ് ആയിട്ടുള്ള നോട്ട് നൾ കൊടുത്തു. ഇവിടെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളത്തിനാണ് അഡീഷണൽ ആയിട്ട് കൺസ്ട്രെയിന്റ് ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് മോഡിഫൈ കോളം നെയിം കൂട്ടി വന്നത്. മോഡിഫൈ കഴിഞ്ഞിട്ട് കോളം നെയിം വന്നത്. ആട്രിബ്യൂട്ടിന്റെ കൂടെയാണ് നമ്മൾ കൺസ്ട്രെയിന്റ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്നത് യൂണിക് കൺസ്ട്രെയിന്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതാണ്. യൂണിക് കൺസ്ട്രെയിന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? കാൻഡിഡേറ്റ് കീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂണിക് കൺസ്ട്രെയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോട്ട് നൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മൾ പുതിയതായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ ടപ്പിൾ അല്ലെങ്കിൽ ടപ്പിളിന്റെ വാല്യൂസ് നൾ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട് നൾ എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യുണീക്ക് എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാൻഡിഡേറ്റ് കീ ടേബിളിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിന്റാക്സ് നോക്കുക, ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ആഡ് കൺസ്ട്രെയിന്റ്, മൈ യുണീക്ക് കൺസ്ട്രെയിന്റ്, യുണീക്ക് ബ്രാക്കറ്റിനകത്ത് കോളം 1 കോളം 2. അപ്പോൾ ഇവിടെ ഓൾട്ടർ ടേബിൾ കഴിഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഏത് ടേബിളിനാണോ കാൻഡിഡേറ്റ് കീ വേണ്ടത് ആ ടേബിളിന്റെ നെയിം. ഇനി ആഡ് കൺസ്ട്രെയിന്റ്, ഇതാണ് നമ്മുടെ കീവേഡ് വന്നിരിക്കുന്നത്. ആഡ് എന്ന് പറയുന്ന കീവേഡാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. ആഡ് കൺസ്ട്രെയിന്റ്. ഇനി നമ്മൾ പുതിയതായിട്ട് കൊടുക്കുന്ന കൺസ്ട്രെയിന്റിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് മൈ യുണീക്ക് കൺസ്ട്രെയിന്റ്. അത് ഓപ്ഷണൽ ആണ്. കൺസ്ട്രെയിന്റിന്റെ പേര് കൊടുക്കണം എന്നുള്ള കാര്യം ഓപ്ഷണൽ ആണ്. അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം? ആഡ് യുണീക്ക് എന്നുള്ള രീതിയിലും കൊടുക്കാം. ഇനി യുണീക്ക് കൺസ്ട്രെയിന്റ് ആയതുകൊണ്ട് നമ്മൾ യുണീക്ക് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. ആട്രിബ്യൂട്ടുകൾ, അതായത് ഒന്നിലധികം ആട്രിബ്യൂട്ടുകൾ യൂസ് ചെയ്യുന്നതാണല്ലോ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യുണീക്ക് കാൻഡിഡേറ്റ് കീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ ആട്രിബ്യൂട്ടുകൾ വേണം എന്നുള്ള കാര്യമാണ് നമ്മൾ കോളം 1 കോളം 2 എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് ആഡ് ചെക്ക് കൺസ്ട്രെയിന്റ്. എങ്ങനെയാണ് ചെക്ക് കൺസ്ട്രെയിന്റിനെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ആഡ് കൺസ്ട്രെയിന്റ്, മൈ യുണീക്ക് കൺസ്ട്രെയിന്റ്, ചെക്ക് കണ്ടീഷൻ. അപ്പോൾ ചെക്ക് കൺസ്ട്രെയിന്റ് നമ്മൾ സാധാരണയായിട്ട് കോളത്തിന്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കോളത്തിനകത്തെ ഡൊമൈനിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെക്ക് കൺസ്ട്രെയിന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടേബിൾ നെയിം എന്ന് ഉദ്ദേശിക്കുന്നത് കൺസ്ട്രെയിന്റ് ആഡ് ചെയ്യേണ്ട ടേബിൾ ഏതാണോ അതിന്റെ പേര്. ഇനി ഇവിടെ നമ്മൾ ആഡ് എന്ന് പറയുന്ന കീവേഡ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ചെക്ക് കൺസ്ട്രെയിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയതായിട്ട് കൺസ്ട്രെയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ മൈ യൂണിക് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞ് പേര് കൊടുത്തിരിക്കുന്നത് മാത്രം. ഈ കൺസ്ട്രെയിന്റ് പേര് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കൺസ്ട്രെയിന്റ് എന്നുള്ള കീവേഡും കൂടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെക്ക് കൺസ്ട്രെയിന്റിന്റെ ചെക്ക് എന്ന് പറയുന്ന കീവേഡ് ഇനി കണ്ടീഷൻ എന്താണോ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ നമ്പർ ലെസ് ദാൻ 10 എന്നോ അല്ലെങ്കിൽ ലെറ്റേഴ്സ് മാത്രമേ വരത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ആ കണ്ടീഷൻസ് നോക്കിയിട്ടായിരിക്കും പിന്നെ പുതിയതായിട്ടുള്ള വാല്യൂസ് ആ ടേബിളിനകത്തോട്ട് എൻ്റർ ആകുന്നത്. ഇനി അടുത്ത കൺസ്ട്രെയിന്റ് ആണ് ആഡ് പ്രൈമറി കീ. പ്രൈമറി കീ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള കൺസ്ട്രെയിന്റ് ആണ്. അതായത് ഓൾറെഡി ഒരു ടേബിളിന് പ്രൈമറി കീ ഇല്ല അല്ലെങ്കിൽ ഡിലീറ്റ് ആയി കളയുകയോ എന്തെങ്കിലും ചെയ്തെങ്കിൽ പുതിയതായിട്ട് പ്രൈമറി കീ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓൾട്ടർ ടേബിളിന്റെ കൂട്ടത്തിൽ പ്രൈമറി കീ കൺസ്ട്രെയിന്റും കൂടെ നോക്കുന്നത്. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ആഡ് കൺസ്ട്രെയിന്റ്, മൈ പ്രൈമറി കീ, കോളം 1 കോളം 2. അപ്പോൾ ഇവിടെയും ടേബിൾ നെയിം എന്നുള്ളത് ഏത് ടേബിളിനാണോ പ്രൈമറി കീ സെറ്റ് ചെയ്യേണ്ടത് ആ ടേബിളിന്റെ പേര്, ആഡ് കൺസ്ട്രെയിന്റ് മൈ പ്രൈമറി കീ. ഇവിടെ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന കൺസ്ട്രെയിന്റിന്റെ പേരാണ് മൈ പ്രൈമറി കീ. ഇനി നമുക്ക് പ്രൈമറി കീ കൺസ്ട്രെയിന്റിന്റെ കീവേഡ് ആണ് പ്രൈമറി കീ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആട്രിബ്യൂട്ടുകൾ സ്പെസിഫൈ ചെയ്യുക. ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ആട്രിബ്യൂട്ട് കൂടി ചേർന്നാണെങ്കിൽ അങ്ങനെ ആട്രിബ്യൂട്ടുകൾ സ്പെസിഫൈ ചെയ്യുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത്രയും നേരം കൺസ്ട്രെയിന്റുകൾ പുതിയത് ആഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി പറയാൻ വേണ്ടി പോകുന്നത് കൺസ്ട്രെയിന്റിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ടേബിൾ ചെയ്യുന്ന കൂടെ തന്നെ കൺസ്ട്രെയിന്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾട്ടർ ടേബിൾ വെച്ച് കൺസ്ട്രെയിന്റ് പുതിയതായിട്ട് ആഡ് ചെയ്തതുണ്ടെങ്കിൽ അവയെ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ആക്കി കളയാമെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡ്രോപ്പ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്ന കമാൻഡ്. ഓൾട്ടർ ടേബിളിന്റെ കൂടെ നമ്മൾ ഡ്രോപ്പ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്ന കമാൻഡും കൂടെ യൂസ് ചെയ്തിട്ടാണ് കൺസ്ട്രെയിന്റുകളെ റിമൂവ് ചെയ്യുന്നത്. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ഡ്രോപ്പ് ഇൻഡെക്സ് മൈ യുണീക്ക് കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ഡ്രോപ്പ് കൺസ്ട്രെയിന്റ് മൈ യുണീക്ക് കൺസ്ട്രെയിന്റ്. ടേബിളിന്റെ നെയിം കൊടുക്കുക, ഡ്രോപ്പ് കൺസ്ട്രെയിന്റ് എന്നുള്ളതാണ് നമ്മുടെ കീവേഡ്, അത് കൊടുക്കുക.
കൺസ്ട്രെയിന്റിന് നമ്മൾ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവയുടെ പേരും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. യൂസർ സ്പെസിഫൈഡ് ആയിട്ടുള്ള പേര് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതാണ് ഡ്രോപ്പ് പ്രൈമറി കീ. പ്രൈമറി കീ കൺസ്ട്രെയിന്റിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ യൂസർ സ്പെസിഫൈഡ് കൺസ്ട്രെയിന്റ് വന്നിരിക്കുന്നതിന് പകരം ഏത് കൺസ്ട്രെയിന്റ് ആണോ അതിന്റെ പേര് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ഡ്രോപ്പ് പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറഞ്ഞ കൺസ്ട്രെയിന്റിനെ റിമൂവ് ചെയ്യുന്നത്. ഇനി താഴെ തന്നിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ്. ടേബിള് സ്റ്റുഡന്റ് എന്ന് പറയുന്നത് കസ്റ്റമർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ടേബിള്. ID, നെയിം, ഏജ്, അഡ്രസ്, സാലറി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആട്രിബ്യൂട്ടുകൾ. ഒരു എക്സാമ്പിൾ വന്നിരിക്കുന്നതാണ് ഓൾട്ടർ ടേബിൾ കസ്റ്റമേഴ്സ് ആഡ് സെക്സ് കെയർ ഓഫ് 1. ഇവിടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിലോട്ട് സെക്സ് എന്ന് പറയുന്ന പുതിയൊരു കോളം ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഡേറ്റ ടൈപ്പില്? ക്യാരക്ടർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിലാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ടേബിൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് കോളം ഡെഫിനിഷൻ മാത്രമേ ആഡ് ആകത്തുള്ളൂ, വാല്യൂസ് ഒന്നും ആഡ് ആകത്തില്ല. അത് എക്സ്ട്രാ യൂസർ തന്നെ ഇൻസർട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതാണ് ഓൾട്ടർ റീനെയിം എന്ന് പറയുന്ന കമാൻഡ്. അതായത് ചില സമയത്ത് നമുക്ക് ടേബിളിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള കോളംസിന്റെ ഒക്കെ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരാം. അതിനു വേണ്ടിയാണ് നമ്മൾ ഓൾട്ടറിന്റെ കൂടെ റീനെയിം എന്ന് പറയുന്ന കമാൻഡും കൂടെ യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് നോക്കുക. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, റീനെയിം ടു ന്യൂ ടേബിൾ നെയിം. അതായത് പഴയ ഒരു ടേബിൾ നെയിമിനെ മാറ്റിയിട്ട് പുതിയൊരു ടേബിൾ നെയിം ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ടേബിൾ നെയിം എന്ന് കൊടുക്കുന്നത് ഓൾഡ് നെയിമും റീനെയിം കഴിഞ്ഞ് വരുന്നത് പുതിയ ടേബിളിന്റെ നെയിമും ആയിരിക്കണം. ഇനി അതുപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോളത്തിന്റെ നെയിം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സിൻടാക്സ് യൂസ് ചെയ്യുന്നത്. നോക്കുക. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, റീനെയിം കോളം ഓൾഡ് നെയിം ടു ന്യൂ നെയിം. അതായത് കോളം നെയിം അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിന്റെ നെയിം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിൻടാക്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പഴയ നെയിമും ഇവിടെ പുതിയ നെയിമും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നെയിം എന്നുള്ളത് ഫസ്റ്റ് നെയിം എന്നാക്കണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് നെയിമും ഇവിടെ നെയിമും വരും. അങ്ങനെ. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ്. ഓൾട്ടർ ടേബിൾ സ്റ്റുഡന്റ് റീനെയിം കോളം നെയിം ടു ഫസ്റ്റ് നെയിം. അതായത് നെയിം എന്നുള്ള ഈ ആട്രിബ്യൂട്ടിന്റെ നെയിം ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ടേബിളിന്റെ സ്ട്രക്ചർ ആണ് തന്നിരിക്കുന്നത്. കോളം നെയിം ചേഞ്ച് ആയി. ഇനി അടുത്തതാണ് ഡ്രോപ്പ് കമാൻഡ്. നമ്മൾ സാധാരണ ഡ്രോപ്പ് യൂസ് ചെയ്യുന്നത് ഡേറ്റാബേസിനെയോ അല്ലെങ്കിൽ വ്യൂവിനെയോ അല്ലെങ്കിൽ ടേബിളിനെയോ തന്നെ എൻറ്റയർ ആയിട്ടും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിലീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടപ്പിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഓൾട്ടർ വിത്ത് ഡ്രോപ്പ് യൂസ് ചെയ്യുന്നത് കോളംസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. നമുക്കൊരു മുഴുവൻ ടേബിളിനെയോ അല്ലെങ്കിൽ മുഴുവൻ ഡേറ്റാബേസിനെയോ അല്ലെങ്കിൽ വ്യൂവിനെയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രോപ്പ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സിൻടാക്സ് ആണ് തന്നിരിക്കുന്നത്. ഡ്രോപ്പ് ഒബ്ജക്റ്റ് നെയിം. ഇവിടെ ഒബ്ജക്റ്റിന്റെ അവിടെ ടേബിൾ വരാം, വ്യൂ വരാം, ഡേറ്റാബേസുകൾ വരാം. അവയുടെ കൂടെ അവിടെ നെയിമുമാണ് വരുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് ടേബിളും ഡേറ്റാബേസിനും ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള കാര്യമാണ്. നോക്കുക. ഡ്രോപ്പ് ടേബിൾ നെയിം എന്ന് കൊടുത്താൽ ഈ ടേബിൾ നെയിമിനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന ടേബിളിനെ ആ ഡേറ്റാബേസിൽ നിന്ന് റിമൂവ് ആയിട്ട് കളയുകയാണ് ചെയ്യുന്നത്. ഇനി ഡ്രോപ്പ് ഡേറ്റാബേസ് നെയിം എന്ന് കൊടുത്താലോ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്ന ഡേറ്റാബേസിന്റെ നെയിമിനെ ആ മെമ്മറിയിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ടേബിളിന്റെ സ്ട്രക്ചറിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡുകൾ. റീനെയിമും ഓൾട്ടറും ഡ്രോപ്പും. ഇതോടുകൂടി രണ്ടാമത്തെ മോഡ്യൂള് കംപ്ലീറ്റ് ആയി. ഇനി വരുന്നത് മൂന്നാം